പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹായി എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്കിപ്രകാരം കാണുവാൻ സാധിക്കും: സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനം വായിക്കുമ്പോൾ ആത്മീയ സമരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മേഖലകളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ 15-ാമത്തെ വചനത്തിൽ പറയുകയാണ്: സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടായിരുന്നു. കർത്താവ് ഈശോ മിശിഹ പ്രസംഗിച്ചത് മുഴുവനും സമാധാനത്തിൻ്റെ വചനമാണ്. അങ്ങനെ സമാധാനത്തിൻ്റെ വചനം ഈശോ പ്രസംഗിച്ചുവെങ്കിൽ ആ സമാധാനത്തിൻ്റെ വചനം നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ ആ സമാധാനത്തിൻ്റെ വചനം സ്വീകരിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ വചനം ആരാണ്? സമാധാനത്തിൻ്റെ വചനം ഈശോ തന്നെയാണ്. ആ ഈശോയെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഒരു ആത്മീയ ജീവിതം ഫലവത്തായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലിക നേട്ടത്തിനോ ലാഭത്തിനോ വേണ്ടി മനുഷ്യൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ കുറേ കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു പലർക്കും രോഗസൗഖ്യം കൊടുത്തു. പക്ഷേ പിന്നീട് അവർക്ക് രോഗം വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു ലാസറിനെ ഉയർപ്പിച്ചു, ബൈബിളിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, യേശു ഉയർപ്പിച്ച ലാസർ മരിച്ചുപോയി. യേശുവിനെ തൊട്ട് സമാധാനം സ്വീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. 12 വർഷമായി രക്തസ്രാവം മൂലം സമാധാനം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, ജീവിതം തകർന്ന് നിരാശയിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ രക്തസ്രാവക്കാരി സ്ത്രീക്ക് യാതൊരുവിധ സമാധാനവുമില്ലായിരുന്നു. അസമാധാനം മാത്രമായിരുന്നു. ഓരോ പ്രാവശ്യവും ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള നില എന്തായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കുക. അവർ മാനസികമായിട്ട് തകർന്നു. സ്വത്തെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ചു. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവൾ വന്ന് കർത്താവിനെ സ്പർശിച്ചു. കർത്താവിൽ നിന്ന് ശക്തി അവളിലേക്ക് ഒഴുകി. കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, ഈ ജനം നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് നീ കാണുന്നില്ലേ? പിന്നെ ആരാണ് എന്നെ തൊട്ടതെന്ന് നീ എന്താ ചോദിക്കുന്നത്? ഒരുപക്ഷെ ശിഷ്യന്മാർ യേശുവിനേക്കാളും പ്രായമുള്ള പത്രോസൊക്കെയാണ് ഇവൻ എന്ത് പറ്റിയെന്ന് വരെ ചിന്തിച്ചു കാണും. എന്ത് വട്ടുകേസായി പറയുന്നത്? ഇത്രയും ജനങ്ങൾ തിങ്ങിക്കൂടുന്നതല്ലേ? അവർ തട്ടുന്നുണ്ട്, മുട്ടുന്നുണ്ട്, ഉരസുന്നുണ്ട്. യേശുവിനെ ഒന്ന് തൊടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് തിക്കിക്കൂടുന്ന ആൾക്കാരെ കാണും. പിന്നെ ആരാ എന്നെ തൊട്ടതെന്ന് ചോദിക്കുന്നത് എന്താ? ആരാണ് എന്നെ തൊട്ടതെന്ന് അറിയുവാൻ വേണ്ടി ഈശോ ചുറ്റും നോക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പക്ഷേ യേശുവിനും പിടികിട്ടിയില്ല ഇത് ആരാണെന്ന്. ഈ തൊട്ട വ്യക്തി ആരാണെന്ന് യേശുവിനും പിടികിട്ടിയില്ല. അർത്ഥത്തിൽ സത്യം അതാണ്, യേശുവിനും പിടികിട്ടിയില്ല. അതുകൊണ്ട് യേശു ആരാ എന്നെ തൊട്ടത്? ഉടനെ ഇതെല്ലാം ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഭയന്ന് വിറച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണ് സത്യം പറയുകയാണ്. ഞാൻ ഇത്ര വർഷമായിട്ട് ഇന്ന രോഗത്തിന് അടിമയായിരുന്നു, എനിക്ക് സമാധാനമില്ലായിരുന്നു, സമ്പത്ത് നശിച്ചു, ആരോഗ്യം നശിച്ചു, എല്ലും തോലും പോലെയായി. യേശുവെ, അങ്ങയെപ്പറ്റി ഞാൻ കേട്ടിരുന്നു. അങ്ങയുടെ വസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ ഇടിച്ചു കയറി. ഒന്ന് തൊട്ട് കർത്താവേ, ആ നിമിഷം എൻ്റെ ശരീരത്ത്
രോഗസൗഖ്യം കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു. ഈശോ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടുകൂടെ പോവുക. കണ്ടോ, വ്യാധിയിൽ നിന്ന് വിമുക്തി അയക്കുക. ഇവിടെ അവർക്ക് 3 കാര്യങ്ങളാണ്: രക്ഷ, സമാധാനം, സൗഖ്യം. രക്ഷ ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു, സൗഖ്യം ലഭിക്കുന്നു. ഒന്ന്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടുകൂടെ പോവുക, വ്യാധിയിൽ നിന്നും വിമുക്തിയായിരിക്കുക. 3 കാര്യം: രക്ഷ, സമാധാനം, സൗഖ്യം. അപ്പോൾ സമാധാനത്തിൻ്റെ കൂടെ ഒളിഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളാണ് രക്ഷയും സൗഖ്യവും. ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് സമാധാനമുണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ശാരീരികമായിട്ട് സൗഖ്യം കിട്ടും. ഒരു സംശയവുമില്ല. ഇന്നത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് സൗഖ്യം കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് ശാരീരികമായിട്ടും സൗഖ്യം കിട്ടും. ഒരു വ്യക്തി രക്ഷ അനുഭവിക്കുമ്പോൾ ആ രക്ഷയോടൊപ്പം സൗഖ്യവും സമാധാനവുമുണ്ട്. സമാധാനത്തോടൊപ്പം രക്ഷയുണ്ട്. സൗഖ്യത്തോടൊപ്പം സമാധാനവും രക്ഷയുമുണ്ട്. ഇത് 3 ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വീണു. ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്: നിങ്ങൾ സമാധാനത്തിനൊരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. കാരണം സമാധാനം നൽകുന്നത് നമ്മുടെ കർത്താവാണ്. സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഈശോ ഇവിടെ പറയുന്നത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, എഫെസോസിലെ മക്കളോട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അതാണ് സമാധാനത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷ. പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സമാധാനത്തിനൊരുക്കമാകുന്ന സുവിശേഷത്തിൻ്റെ ആ രക്ഷ അനുഭവിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് പല മേഖലകളിലും രോഗത്താലും തകർച്ചയാലും മാനസിക വ്യതകളാലും സമാധാനം നഷ്ടപ്പെട്ട് അസമാധാനത്തിൽ കഴിയുന്ന ഞങ്ങളിലേക്ക് സമാധാനമായി അങ്ങ് കടന്നു വന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമാധാനം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.